ഹായ് ഫ്രണ്ട്സ്, എവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. കുരുമുളക് എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് സാധാരണഗതിയിൽ കൂടുതൽ സ്ഥലങ്ങളൊന്നും ഇല്ലാതെ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ വീട്ടാവശ്യത്തിന് കുറച്ച് കുരുമുളക് എങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം എന്നാണ് നോക്കുന്നത്. കുറ്റിക്കുരുമുളകാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇത് കോളിബ്രിനം എന്ന് പറയുന്നൊരു ചെടിയാണ്. ഒരു തിപ്പലി ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ വളരുന്നതാണ്. നമ്മുടെ നാട്ടിലെ സാധനമല്ല. അപ്പോൾ ഇതിൽ ആണ് പിടിപ്പിക്കുന്നത്. ഇത് പിടിപ്പിച്ചുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ടായാലും അതല്ലെങ്കിൽ ഈ മൂട് ചീയൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനുണ്ടാകാറില്ല. അതുകൊണ്ടാണ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് തറയിൽ നട്ടിട്ടുള്ളതും കാണിച്ചു തരാം, ചെടിച്ചട്ടിയിലിരിക്കുന്നതും കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത് ഒരു പെൻസിലിൻ്റെ കനമുള്ള ചെടിയാണ് സ്റ്റോക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ചുവട് പെൻസിലിൻ്റെ കനമുള്ളതും ഗ്രാഫ്റ്റ് ചെയ്യുന്ന ചെടിയും അതേ കനത്തിലുള്ള കൊണ്ടയാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതെങ്ങനെ കട്ട് ചെയ്യണമെന്നും ഇതെങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നും മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുകയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കട്ടർ, ഒരു കത്തി ആവശ്യമുണ്ട്. പിന്നെ സെലോ ടാപ്പ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ചുറ്റി കെട്ടുന്ന നിലയ്ക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതിനെ പോളിത്തീൻ ഷീറ്റ് കട്ട് ചെയ്ത ഒരു റിബൺ പോലത്തെ ഒരു പേപ്പറായാലും മതിയാവും. അപ്പോൾ ഇതിനെ വെച്ച് ഇതിനെ ഒന്ന് മൂടി കെട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇത് പിടിച്ചിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത് വിശദമായിട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലൊരു ഉണങ്ങിയ കമ്പ് നിൽപ്പുണ്ട്, അതിനൊന്ന് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ എവിടെയാണോ, നമ്മൾ പല രീതിയിലും ഗ്രാഫ്റ്റ് ചെയ്യാറുണ്ട്. പലരും ഇത്രയും ഹൈറ്റിൽ ചെയ്യുന്നവരുണ്ടാവും, 1 അടി ഹൈറ്റിൽ ചെയ്യുന്നവരുണ്ടാവും, 2 അടി ഹൈറ്റിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ 2 അടി ഹൈറ്റിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്താൽ മാത്രമേ അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിത് 1 അടി ഹൈറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഈ ഭാഗത്ത് വരും. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊമ്പ് ഒന്ന് വളച്ച് നോക്കുമ്പോൾ വളഞ്ഞ് വരത്തക്ക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൊണ്ടയാണെങ്കിൽ മാത്രമേ അതിൽ എളുപ്പം പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയും വലിയ പ്രശ്നമൊന്നുമില്ല, ഇവിടെ ആണെങ്കിലും നമുക്ക് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ച് കട്ട് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇതിനെ ഒന്ന് ഷേപ്പ് വരുത്തിയെടുക്കണം. ഷേപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ഇവിടെ ചതഞ്ഞ് ഇരിക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇത് ഇവിടെ ഒരു ശകലം കേടിരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പൂർണ്ണമായിട്ട് മാറ്റി ഇപ്പോൾ അത് കറക്റ്റായി. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കൊണ്ട സെലക്ട് ചെയ്യുന്നതാണ് അടുത്ത കാര്യം. അപ്പോൾ ഇത് കൊണ്ട സെലക്ട് ചെയ്യുന്നതാണ് നല്ല കായ്ക്കുന്ന ഒരു ചെടിയിൽ നിന്നാണ് ഒരു വള്ളിക്കുരുമുളകിൽ നിന്ന് ഒരു ശിഖരം കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് കാണാം. ഇന്നാണ് ഞാനൊരു കൊമ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കായ്ച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന് കൂടുതൽ താങ്ങുകാലം എന്ന് പറയുന്നത് ഒരു ആസ്ബറ്റോസ് ഷീറ്റിൻ്റെ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു പൈപ്പാണ്. അതായത് നമ്മൾ മുൻകാലങ്ങളിൽ ടോയ്ലറ്റിലൊക്കെ നമ്മൾ പുറത്ത് കൊടുക്കുന്ന പൈപ്പാണ്. അപ്പോൾ അതിലാണ് ഞാനിങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്, താൽക്കാലികമായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു കായ്ക്കുന്ന ഒരു കൊണ്ട ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഈൽഡ് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടില്ലേ നിറച്ച് കാശ് കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊണ്ട കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് കരിമുണ്ട ഇനത്തിൽപ്പെട്ട ചെടിയാണ്. അപ്പോൾ ഇതിൽ കായയുടെ മുഴുപ്പും അതിൻ്റെ ഗുണനിലവാരവും നല്ല രീതിയിലുള്ള ചെടിയാണ്. അപ്പോൾ ഈ ഇലകൾ മുഴുവനും ഈ കായും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇത് ഏകദേശം ഈ തണ്ടുമായിട്ട് വലിപ്പം വരുന്ന കൊമ്പാണ്.
ഇത് ആപ്പിൻ്റെ രീതിയിൽ ചെത്തിയെടുക്കണം. ഒന്നര ഇഞ്ചോളം നീളം കിട്ടത്തക്ക രീതിയിലാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ നോക്കണം. 1.5 ഇഞ്ച് ഏകദേശം എവിടെ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മളിതിനെ വെച്ചൊന്ന് കട്ട് ചെയ്യണം. ഇനി ഇതിനെ നമ്മൾ വിരലുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ സ്പർശിക്കാത്ത രീതിയിൽ നമ്മളിതിനെ ഇറക്കി വയ്ക്കണം. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അറിയാം. ഈ സൈഡ് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ തൊലിയുടെ സൈഡിൽ രണ്ടിൻ്റെ തൊലി ഒരേപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് ചുറ്റണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് ചുറ്റിയാലും മതി. അപ്പോൾ ഇതിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒട്ടി ഇങ്ങനെ പിടിക്കും, കെട്ടേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് എയർ അകത്ത് നിൽക്കാത്ത രീതിയിൽ നമ്മൾ ചുറ്റിക്കിടണം. ഇവിടുന്ന് വെള്ളം നനയാത്ത രീതിയിൽ മുകളിലോട്ട് ചുറ്റി വിട്ട് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മളിപ്പോൾ ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. അതാണ് നല്ല രീതിയിൽ നമ്മൾ ചേർത്ത് തന്നെ വച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ കവർ വെച്ച് ഇതിനെ മൂടി വിടണം. നമ്മൾ കൊമ്പ് നീളത്തിൽ നിൽപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ഈ ഭാഗത്ത് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കത് മൂടി വിടാം. അപ്പോൾ നമുക്കിവിടെ മുളയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുളച്ച് വരും. ഈ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നൊക്കെ മുളച്ച് വരും. ഇനി ഇങ്ങനെ നമ്മൾ കെട്ടി വിട്ട് കഴിഞ്ഞാൽ ഏറാതെയും ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെയും നമുക്കിതിനെ സംരക്ഷിക്കാൻ കഴിയും. എളുപ്പം ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നാൽ എളുപ്പം നമുക്ക് ഇത് മുളച്ച് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിയും. അപ്പോൾ ഇത് തറയിൽ നട്ടിരിക്കുന്ന ഒരു കുറ്റിക്കുരുമുളകാണ്. കോളിബ്രഹ്മത്തിൽ നമ്മൾ നേരത്തെ ഗ്രാഫ്റ്റ് ചെയ്തത് കണ്ടല്ലോ. അപ്പോൾ അതിൽ അതുപോലുള്ളൊരു കോളിബ്രഹ്മത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട് ഇതാണ്ട് ഇവിടെ നിൽപ്പുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞ ചെടിയാണ്. അപ്പോൾ ഇതിലിനി അടുത്തൊരു ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൊണ്ടയിൽ ഗ്രാഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ നല്ല ബുഷിയായിട്ട് വളരും. അപ്പോൾ ഈ സൈഡിലെ കമ്പികൾ കുറച്ചുകൂടെ ഹൈറ്റ് കൂട്ടി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൽ വളർന്നു വരും. അപ്പോൾ ഇതിലേക്കായി നമ്മൾ ഇതിൻ്റെ സൈഡ് ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ആദ്യം. ഇനി ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് മാറ്റും. നേരത്തെ നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കമ്പ്. അപ്പോൾ ഇതിനെ നമ്മളിതിനകത്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആപ്പിൻ്റെ രീതിയിൽ ഇതിനെ ചെത്തിയെടുക്കുക. ഇവിടുത്തെ അളവ് നോക്കുക. അതിൻ്റെ സെൻറ്ററിൽ കൂടെ നേരത്തെ കട്ട് ചെയ്തതല്ല കട്ട് ചെയ്യുക. ഇതിനെ അങ്ങോട്ട് പിടിപ്പിക്കുക.
നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റി കെട്ടുക. ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഇപ്പോൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അതിൽ കൂടെ തന്നെ ഇങ്ങനെ ഇട്ടെടുക്കുകയാണ്. ഇത് 15 ദിവസം കഴിയുമ്പോൾ അത് റെഡിയായി വരും. മുളച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒരു 25-30 ദിവസം ആകുമ്പോൾ ഈ കവറിന് അങ്ങ് ഊരി മാറ്റുക. ഇത് നല്ല ബുഷായിട്ടുള്ള ഒരു കുറ്റിക്കുരുമുളകായിട്ട് തീരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.